T20 ടീമിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന IPLന്റെ പുതിയൊരു സീസൺ ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ മാസം 28-നാണ് 2 മാസത്തിലേറെ ദൈർഘ്യമുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം എഡിഷന് തുടക്കമാവുന്നത്. 10 ഫ്രാഞ്ചൈസികൾ മാറ്റുരയ്ക്കുന്ന ലോകകപ്പിലെ ഏറ്റവും വലിയ T20 ഫ്രാഞ്ചൈസി ലീഗിൽ ആധുനിക ക്രിക്കറ്റിലെ വമ്പൻ താരങ്ങളെയെല്ലാം നമുക്ക് കാണാം. ഈ ടൂർണമെന്റിൽ മിന്നിക്കുന്നവരിൽ ചിലർക്ക് തീർച്ചയായും വരാനിരിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്താനും സാധ്യതയുണ്ട്. ആരൊക്കെയാവും ഈ താരങ്ങളെന്ന് നമുക്ക് നോക്കാം. IPLൽ കസറിയാൽ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ളയാൾ ഏകദിന ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. ഗുജറാത്ത് ടൈറ്റൻസിനു വേണ്ടി അദ്ദേഹത്തിന്റെ പ്രകടനത്തെ എല്ലാവരും ആകാംക്ഷയോടാണ് ഉറ്റുനോക്കുന്നത്. കാരണം വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കവേ T20യിലെ മോശം പ്രകടനങ്ങളുടെയും സ്ട്രൈക്ക് റേറ്റിന്റെയും പേരിൽ T20 ലോകകപ്പ് ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട താരമാണ് ശുഭ്മാൻ ഗിൽ. എന്നാൽ തനിക്ക് T20 വഴങ്ങുമെന്നും വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഗുജറാത്ത് കുപ്പായത്തിൽ തെളിയിക്കാനുണ്ട്. കഴിഞ്ഞ സീസൺ ഗില്ലിനെ സംബന്ധിച്ച് മികച്ചതായിരുന്നു. 15 ഇന്നിംഗ്സുകളിൽ നിന്ന് 6 50+ സ്കോറുകളടക്കം 650 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. 2023-ൽ 890 റൺസ് വാരിക്കൂട്ടിയ ശേഷം ഗില്ലിന്റെ കരിയർ ബെസ്റ്റ് സീസൺ കൂടിയാണിത്. ഇത്തവണയും സമാനമായ ഒരു പ്രകടനം നടത്തി വീണ്ടും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാനാകും അദ്ദേഹത്തിന്റെ മോഹം. ബാറ്റിംഗിനൊപ്പം ഗുജറാത്തിനെ IPL ജേതാക്കളാക്കി ക്യാപ്റ്റൻസിയിൽ മിന്നിച്ചാൽ അത് ഗില്ലിന് ഇരട്ടി മധുരമാവും. സൂര്യകുമാർ യാദവിന് ശേഷം അടുത്ത നായക സ്ഥാനത്തേക്ക് അവകാശം ഉന്നയിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഈ IPLൽ ആശ്രയിച്ചാവും ഇനി ഗില്ലിന്റെ T20 ഭാവി എന്ന് ഉറപ്പാണ്. ഫ്ലോപ്പായാൽ മടങ്ങിവരവ് അദ്ദേഹത്തിന് കൂടുതൽ കടുപ്പമായിരിക്കും. ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലെ അടുത്തയാൾ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ്. സൂര്യയ്ക്ക് ശേഷം T20 ടീമിന്റെ നായക സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യനായ താരമാണ് അദ്ദേഹം. സൂര്യ ഇപ്പോൾ ബാറ്റിംഗിൽ മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ശ്രേയസിന് പ്രതീക്ഷയും നൽകുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും അദ്ദേഹം ഒരുപോലെ മിന്നിച്ചിരുന്നു. 17 കളികളിൽ 6 50+ സ്കോറുകളടക്കം 604 റൺസാണ് ശ്രേയസ് അടിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ ചിറകിലേറി ടീം റണ്ണറപ്പ് ആവുകയും ചെയ്തു. ഈ ലോകകപ്പ് ടീമിലേക്ക് ശ്രേയസിന് അവസരം ഒരുക്കുമെന്നും പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ഈ IPLലും ഫോം തുടർന്നാൽ ഈ വർഷം അദ്ദേഹത്തെ ടീമിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യുവസീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയാണ് IPLൽ കസറിയാൽ ടീമിലേക്ക് തിരിച്ചെത്താൻ പോകുന്ന 3ാമത്തെ താരം. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കപ്പായി ഇന്ത്യ കാണുന്നയാളാണ് അദ്ദേഹം. സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം നിതീഷിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ T20 ടീമിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് നടക്കാനാവുള്ളൂ. ഇന്ത്യൻ T20 ടീമിലേക്ക് കോൾ എത്തിയാക്കാവുന്ന മറ്റൊരു താരം യുവ സ്പിന്നർ രവി ബിഷ്ണോയാണ്. കഴിഞ്ഞ T20 ലോകകപ്പിൽ വരുൺ ചക്രവർത്തിയെ എതിർ ടീമുകൾ പന്നിക്കിട്ടത് ഇന്ത്യയെ ആശങ്കയിലാക്കുന്നുണ്ട്. വരുൺ മോശം പ്രകടനം തുടർന്നാൽ പകരം ഈ റോളിലേക്ക് ടീമിനെ കൊണ്ടുവരാൻ സാധിക്കുന്നയാളാണ് ബിഷ്ണോയ്. പുതിയ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. മികച്ച വിക്കറ്റ് വേട്ട നടത്തിയാൽ ബിഷ്ണോയെ അടുത്ത പരമ്പരയിൽ ഇന്ത്യക്കൊപ്പം കാണാം.